ഹായ് ഫ്രണ്ട്സ്, കസ്മൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇന്ത്യ ചരിത്രം ടോപ്പിക്ക് ആയി വരുന്ന വിവിധ പരീക്ഷകൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ പാർട്ട് 1 ചെയ്തിരുന്നു, പാർട്ട് 2 ആണ് ഇന്ന്. 50 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിരുന്നു. 51ാമത്തെ മുതൽ നമുക്ക് നോക്കാം. ഗാന്ധാര കല ഏതൊക്കെ കലാശൈലികളുടെ സങ്കലനത്തിലൂടെ രൂപം പ്രാപിച്ചതാണ്? ഗാന്ധാര കല ഏതൊക്കെ ശൈലികളുടെ സങ്കലനത്തിലൂടെ രൂപം പ്രാപിച്ചതാണ്? ഉത്തരം ബി ആണ്, ഗ്രീക്ക് ഭാരതം. 52 ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി? ഉത്തരം എ ആണ്, മെഗസ്തനീസ്. 53 കാളിദാസൻ്റെ ആദ്യ പ്രധാന കൃതി? സി ആണ്, ഋതുസംഹാരം. 54 അവസാനത്തെ നന്ദരാജാവ്? ഉത്തരം ഡി ആണ്, ധനനന്ദൻ. 55 ഇന്ത്യ ചരിത്രത്തിലെ ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാനായി കണക്കാക്കപ്പെടുന്നത്? ഉത്തരം ബി, അശോകനാണ്. 56 ശതവാഹന വംശം സ്ഥാപിച്ചത്? ഉത്തരം എ, സിമുഖൻ. 57 അലഹബാദ് പ്രശസ്തിയിൽ നിന്നും ഏത് ഭരണാധികാരിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഉത്തരം ബി ആണ്, സമുദ്രഗുപ്തനെ കുറിച്ചുള്ളത്. 58 കനിഷ്കന്റെ തലസ്ഥാനം? ഉത്തരം എ ആണ്, പുരുഷപുരം. 59 അശോകനെ ഏറ്റവും മഹാനായ രാജാവെന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ? ഉത്തരം ബി ആണ്, H.G. വെൽസ്. 60 പാകിസ്ഥാനിലെ റാവൽപിണ്ടി നഗരത്തിന് സമീപം കാണപ്പെടുന്നത് ഏത് പ്രാചീന സർവകലാശാലയുടെ അവശിഷ്ടങ്ങളാണ്? ഉത്തരം സി ആണ്, തക്ഷശില. 61 യുജി വർഗത്തിൽപ്പെട്ട വംശം? ഉത്തരം എ, കുഷാന. 62 തൻ്റെ നാണയങ്ങളിൽ ബുദ്ധൻ്റെ രൂപം മുദ്രണം ചെയ്ത ആദ്യ രാജാവ്? ഉത്തരം ബി ആണ്, കനിഷ്കൻ. 63 പുരാണങ്ങളിൽ ആന്ത്രജന്മാർ എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന രാജവംശം? ഉത്തരം ബി, ശതവാഹനന്മാർ. 64 ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്ന് വിളിക്കപ്പെട്ടത്? ഉത്തരം സി ആണ്, ഹർഷൻ. 65 കവിരാജ എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി ആണ്, സമുദ്രഗുപ്തൻ. 66 രാഷ്ട്രകൂട രാജാവായ അമോഘവർഷൻ രചിച്ച കൃതി ഏത്? ഉത്തരം എ ആണ്, കവിരാജമാർഗം. 67 ആരുടെ സദസ്യനായിരുന്നു ദണ്ഡി? ഉത്തരം സി ആണ്, നരസിംഹവർമ്മൻ. 68 ഇന്ത്യ എന്നത് ഒരു രാജ്യമാണെന്നും അതിനൊരേ സംസ്കാരമാണുള്ളതെന്നും ആദ്യമായി തെളിയിച്ച ഭരണാധികാരി? ഉത്തരം സി, ചന്ദ്രഗുപ്ത മൗര്യൻ. 69 ഏറ്റവും മഹാനായ രാജാവെന്ന് H.G. വെൽസിനെ വിശേഷിപ്പിച്ചതാരാണ്? ഉത്തരം ബി, അശോകൻ. 70 പുഷ്യമിത്രശുംഗന്റെ കാലത്തെ നിരവധി സംഭവങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന പതഞ്ജലിയുടെ കൃതി? ഉത്തരം ഡി ആണ്, മഹാഭാഷ്യം. 71 ശകാരി എന്ന ബിരുദം സ്വീകരിച്ച ഗുപ്ത രാജാവാര്? ഉത്തരം എ ആണ്, വിക്രമാദിത്യൻ. 72 ഹിന്ദുമതം സ്വീകരിച്ച യവന അംബാസഡർ? ഉത്തരം ബി, ഹീലിയോഡോറസ്. 73 മിലിന്ദ പാൻഹോ എന്ന കൃതിയുടെ ഇതിവൃത്തം ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ്? ഉത്തരം സി ആണ്, മെനാൻഡറും നാഗാർജുനനും.
74 ബുദ്ധമത ഗ്രന്ഥങ്ങൾ പ്രധാനമായും ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഉത്തരം എ പാലി ഭാഷയിൽ. 75 താഴെ പറയുന്നതിൽ ആരെയാണ് ഇന്ത്യൻ ഐൻസ്റ്റീൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം ബി ആണ് നാഗാർജുനൻ. 76 ബുദ്ധമതത്തെ ഒരു ലോകമതമാക്കി വളർത്തിയ മൗര്യ ചക്രവർത്തി? ഉത്തരം സി അശോകൻ. 77 സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് വ്യാകരണ ഗ്രന്ഥമേത്? ഉത്തരം ബി ആണ് തോൽക്കാപ്യം. 78 വർത്തമാന മഹാവീരന്റെ ഭാര്യ? ഉത്തരം ബി യശോദ. 79 ആദ്യത്തെ ജൈനമത സമ്മേളനം നടന്ന സ്ഥലം? ഉത്തരം സി പാടലിപുത്രം. 80 അലക്സാണ്ടറുടെ ഇന്ത്യൻ ആക്രമണകാലത്ത് തക്ഷശിലയിലെ ഭരണാധികാരിയായിരുന്നത്? ഉത്തരം ബി ആണ് അംഭി. 81 കലിംഗ യുദ്ധം ഏത് വർഷമായിരുന്നു? ഉത്തരം സി ആണ് 261 BC. 82 സിന്ധു നദിയുടെ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ ഏത് സ്ഥലത്താണ് ഉഴുതുമറിച്ച നിലത്തിൻ്റെ അവശിഷ്ടങ്ങളുള്ളത്? ഉത്തരം ബി ആണ് കലിബംഗൻ. 83 ഋഗ്വേദ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി? ഉത്തരം എ ആണ് ഇന്ദ്രൻ. 84 മഹാഭാരതത്തിൻ്റെ ഭാഗങ്ങൾ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സി പർവം. 85 പുരാണങ്ങളുടെ എണ്ണം? ഉത്തരം എ ആണ് 18 എണ്ണം. 86 ബുദ്ധൻ ആദ്യമായി മതപ്രഭാഷണം നടത്തിയ സാരനാഥ് എന്ന സ്ഥലം ഇപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം സി ആണ് ഉത്തർപ്രദേശ്. 87 ലോകത്തിലാദ്യമായി പരുത്തി കൃഷി ചെയ്തത്? ലോകത്തിലാദ്യമായി പരുത്തി കൃഷി ചെയ്തത്? ഉത്തരം സി ആണ് സിന്ധു നദീതട നിവാസികളാണ്. 88 ഏത് രാജവംശത്തിൻ്റെ ഭരണകാലമാണ് പ്രാചീന ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഉത്തരം ഡി ഗുപ്തവംശം. 89 ഹർഷവർദ്ധൻ്റെ ബാലനാമം എന്ത്? ഉത്തരം എ ശിലാദിത്യൻ. 90 ശതവാഹന്മാരുടെ തലസ്ഥാനം? ഉത്തരം ബി പ്രതിഷ്ഠാനം. 91 സൈന്ധവ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ലോകത്തിൽ ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഡി ആണ് ഗുജറാത്തിലാണ്. 92 ഒന്നാമത്തെ ബുദ്ധമത സമ്മേളനം നടന്ന സ്ഥലം? ഉത്തരം എ രാജഗൃഹം. 93 ബുദ്ധചരിതം രചിച്ചത്? ഉത്തരം ഡി ആണ് അശ്വഘോഷൻ. 94 താഴെ പറയുന്നതിൽ ആരാണ് ഗയയിലെ ബോധിവൃക്ഷത്തെ മുറിച്ചത്? ഉത്തരം എ ആണ് ശശാങ്കൻ. 95 ഗ്രീക്കുകാർ സാൻഡോ കോട്ടൂസ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം സി ആണ് ചന്ദ്രഗുപ്ത മൗര്യൻ. 96 അശോകൻ്റെ ശിലാലിഖിതങ്ങളുടെ പൊരുൾ തിരിച്ചറിഞ്ഞ ഗവേഷകൻ? ഉത്തരം ബി ജെയിംസ് പ്രിൻസപ്പ്. 97 BC 6-ാം ശതകത്തിൽ ഉത്തരേന്ത്യയിലുണ്ടായിരുന്ന 16 മഹാജനപദങ്ങൾ ഏറ്റവും പ്രബലമായിരുന്നത്? ഉത്തരം ഡി മഗധ. 98 അങ്ക പൂർവ എന്നിവ ഏത് മതക്കാരുടെ ഗ്രന്ഥങ്ങളാണ്? ഉത്തരം ബി ആണ് ജൈനമതം. 99 സംഘകാലത്തെ രാജവംശങ്ങൾ ഒരു മികച്ച നാവികസേനയെ നിലനിർത്തിയിരുന്നത്? ഉത്തരം എ ആണ് ചോളന്മാരാണ്. 100
സപ്തശതകം എന്ന കൃതി രചിച്ച ശതവാഹന രാജാവ്. ഉത്തരണ്ടി ഹാലൻ. 50 ക്വസ്റ്റ്യൻസ് ആണ്. കൂട്ടുകാരൊക്കെ നോക്കുക.